അനന്തൻ്റെ കണ്ണുകൾ താലിയിലേക്കും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മിത്രയിലേക്കും എത്തി. കൈകൾ തൊഴുത് അവൾ കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടി. അതേസമയം തന്നെ അനന്തൻ്റെ കണ്ണുകൾ മിത്രയുടെ തൊട്ടരികിൽ നിൽക്കുന്ന തൻ്റെ അനിയത്തിയിലേക്കും എത്തി. ഒന്നും ചെയ്യാതെ നിർജീവാവസ്ഥയിൽ കണ്ണുകൾ കലങ്ങി നിൽപ്പാണവൾ. ഇനി എന്തു പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിച്ചാൽ തന്നെ ഇയാളുടെ കയ്യിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ദേവിക്കാകുമോ? കലങ്ങി മിഴികളോടെ അവൾ ദേവിയോട് പരാതി പറയുകയായിരുന്നു. ഒരു വേള തൻ്റെ അനിയത്തിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ അനന്തൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഏട്ടൻ്റെ മാനസികാവസ്ഥയിൽ നിന്നും അപ്പുറമായിരുന്നു അനന്തൻ്റെ അവസ്ഥ. മുത്തശ്ശൻ കൊടുത്ത താലിയും പിടിച്ച് വംശി കല്യാണിയെ നോക്കി. അവളുടെ കഴുത്തിലേക്ക് കൊലക്കയർ മുറുക്കാൻ പോകുന്നത് പോലെയാണ് അവൻ്റെ നോട്ടം. ഒരു വേള ഇടയ്ക്കൊന്ന് കല്യാണിയുടെ കണ്ണുകൾ വംശിയുടെ കയ്യിലുള്ള താലിയിലേക്ക് ചെന്നെത്തി. അവൻ്റെ കയ്യിലുള്ള ആ താലി പോലും പൊട്ടിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും അവൾ ആ നിമിഷം ചിന്തിച്ചു. താലിയിൽ നിന്നും അവളുടെ കണ്ണുകൾ അത് പിടിച്ചിരിക്കുന്ന വംശിയിലേക്കെത്തി. അവൻ തന്നെ മാത്രം നോക്കി നിൽപ്പാണ്. ആ കാപ്പിക്കണ്ണുകളിൽ അവൾ കാണുന്നത് രൗദ്രഭാവവും. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കണ്ടതും അവൾ പൊടുന്നനെ നോട്ടം മാറ്റി. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ, പൂജാരി പറഞ്ഞതും അനന്തൻ മിത്രയുടെ അരികിലേക്ക് നിന്നുകൊണ്ട് അവൻ സർവ്വ ഈശ്വരന്മാരെയും പ്രാർത്ഥിച്ച് അവളുടെ കഴുത്തിലേക്ക് മുത്തശ്ശൻ കൊടുത്ത താലി ചാർത്തിക്കൊടുത്തു. അപ്പോഴും കൈകൾ തൊഴുത് അവൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രണയം തനിക്ക് തന്നതിൽ ഇനിയുള്ള ജീവിതം ഈ പ്രണയത്തിനോടൊപ്പം ജീവിക്കാൻ അനുഗ്രഹം തരണമേ എന്നും അവൾ ദേവിയോട് തൊഴുതു. ഇതേ സമയം വംശിയുടെ കയ്യിലുള്ള താലി കല്യാണിയുടെ കഴുത്തിലേക്ക് വരുമ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി മാത്രമാണ് നിന്നത്. അവൻ നനച്ചതുപോലെ തന്നെ അവളും നനച്ച് കഴുത്തിലേക്ക് കൊലക്കയർ വീഴുകയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള കൊലക്കയർ. 3 കെട്ടിലുപരി അവൻ്റെ വകയും ഒരു 3 കെട്ടുകൂടി ഉണ്ടായിരുന്നു ചരടിൽ. അതവൾ വ്യക്തമായി അറിയുന്നുണ്ട്. കണ്ണുകൾ ഇറുക്കിപ്പൂട്ടിയതല്ലാതെ അവളൊന്ന് തൊഴുക പോലും ചെയ്തിട്ടില്ല. താലി കെട്ടി അവളിൽ നിന്നും അകലം പാലിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വിജയഭാവമായിരുന്നു. പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒരിക്കൽ കൂടി അവൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തൊട്ടരിയിലുള്ള അനന്തനെയും അവൻ നോക്കി. അതേസമയം തന്നെ അനന്തൻ്റെ കണ്ണുകളും വംശിയിലേക്കെത്തി. വംശിയുടെ കണ്ണുകളിൽ കാണുന്ന വിജയത്തിളക്കം അനന്തൻ അറിയുന്നു. ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്തതാണ് അനന്തൻ. അതാണ് ഇപ്പോൾ വംശി നേടിയിരിക്കുന്നത്. അതും അവനേക്കാൾ 13 വയസ്സ് ഇളയവളായ തൻ്റെ അനിയത്തിയെ. വംശിക്കറിയാം അവളെ വേദനിപ്പിച്ചാലേ താൻ വേദനിക്കുമെന്ന്. ഒരു വേള മനുവുമായിട്ടുള്ള കല്യാണം മുടക്കിയത് വംശിയാണോ എന്ന് പോലും അനന്തൻ ചിന്തിച്ചുപോയി. നെറുകയിൽ സിന്ദൂരം ചാർത്തിക്കോളും, പൂജാരി പറഞ്ഞപ്പോഴാണ് അനന്തൻ്റെ കണ്ണുകൾ വംശിയുടെ അടുത്തു നിന്നും പിന്മാറിയത്. പുച്ഛത്തോടെ വംശി അനന്തനെ നോക്കി ചിരിച്ചുകൊണ്ട് പൂജാരി നീട്ടിയ സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു നുള്ളെടുത്ത് കല്യാണിയുടെ നെറുകയിലേക്ക് ചാർത്തിക്കൊടുത്തു. അപ്പോഴും ഒരു പാവയെപ്പോലെ നിൽക്കുകയായിരുന്നു കല്യാണി. ഒന്നും പ്രതികരിക്കാതെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ ആരെയും നോക്കാതെ അവൻ്റെ താലിയെയും സിന്ദൂരത്തെയും അവൾ ഏറ്റുവാങ്ങി. അല്ല, അവൻ അവളിലേക്ക് ഏൽപ്പിച്ചു. ഒരുവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ സംതൃപ്തിയായിരുന്നെങ്കിലും മറ്റൊരുവൾക്ക് ചാർത്തിക്കൊടുത്ത സിന്ദൂരം ചുട്ടുപൊള്ളുകയായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ പോലും നോക്കാതെ നിറഞ്ഞ മിഴികളാലെ അവൾ തലയും താഴ്ത്തി നിന്നു. അതേസമയം അവൾ അറിയുന്നുണ്ട് അവൻ്റെ തീക്ഷ്ണമായ നോട്ടം തന്നിലേക്കാണെന്ന്. ആ നോട്ടം കാണാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അവൾ തലയും താഴ്ത്തി നിൽക്കുന്നത്. അവൻ്റെ തൊട്ടരികിലുള്ള ഏട്ടനെ അവൾ മിഴിയുയർത്തി നോക്കുവാൻ കൊതിച്ചിരുന്നു. പക്ഷേ കഴിയുന്നില്ല. ഏട്ടൻ്റെ നിറഞ്ഞ മിഴികൾ അവളെ വല്ലാതെയാക്കുന്നു. തൻ്റെ ഏട്ടന് ഇങ്ങനെയൊരു രൂപത്തിൽ ഇതുവരെ അവൾ കാണാത്തതാണ്. തനിക്ക് വേണ്ടി ഏട്ടൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം പോലും ഏട്ടൻ സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അവളെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിക്കാം, മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും ഭക്ഷണപന്തിയിലേക്ക് നടന്നു. ക്ഷേത്രനടയിൽ 2 വധൂവരന്മാരും അവരുടെ ബന്ധുക്കളും മാത്രമായി. അച്ഛാ, കല്യാണിയെ വംശിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കൂ, ഭാനുവമ്മ മുന്നോട്ട് വന്ന് പിള്ളയോട് പറഞ്ഞതും അദ്ദേഹം ഭാനുവമ്മയൊന്ന് നോക്കിക്കൊണ്ട് വംശിയുടെയും കല്യാണിയുടെയും അടുത്തേക്ക് വന്നു. ഇതേ സമയം മുത്തശ്ശനെ നോക്കുകയായിരുന്നു കല്യാണിയും വംശിയും. അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സാലെ 2 പേരുടെയും വലതേ കൈകളിൽ എടുത്തുവിട്ടു. ഒപ്പം കല്യാണിയുടെ കൈ വംശിയുടെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തു. പഴയ വിദ്വേഷം ഒന്നും മനസ്സിൽ വെക്കാതെ നല്ലൊരു കുടുംബജീവിതം രണ്ടാളും നയിക്കണം.
നല്ലൊരു പാതിയായിരിക്കണം പരസ്പരം. അദ്ദേഹം നിറഞ്ഞ മനസ്സാലെ പറഞ്ഞതും ചെറുപുഞ്ചിരിയോടെ വംശി മുത്തശ്ശനെ നോക്കി. കല്യാണി നിറമിഴികളോടെ മുത്തശ്ശനെ നോക്കിയതല്ലാതെ അവൾക്കറിയാമായിരുന്നു മുത്തശ്ശൻ ഇപ്പോൾ പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. രണ്ടുപേരുടെയും കൈകൾ യോജിപ്പിച്ചതും അദ്ദേഹം കൈവിട്ട് രണ്ടുപേരുടെയും തലയിൽ തൊട്ട് അനുഗ്രഹം നൽകി. ക്ഷേത്രം വലം വെച്ച് വന്നോളൂ കുട്ടിയോളെ, മുത്തശ്ശൻ പറഞ്ഞതും വംശി ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി. കല്യാണിയും ഒന്ന് നോക്കിക്കൊണ്ട് അവളെയും വലിച്ചു മുന്നോട്ടേക്ക് നടന്നു. അവൻ്റെ നടത്തത്തിനൊത്ത് അവളും നടന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും നീങ്ങിയതും വംശിയുടെ പിടുത്തം കല്യാണിയുടെ കൈകളിൽ മുറുകി. മുറുക്കം കൂടുന്നതിനനുസരിച്ച് അവൾ കണ്ണുകൾ ചിമ്മി അടച്ചു. അവൻ്റെ ദേഷ്യം മുഴുവൻ അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു തീർക്കുന്നുണ്ട്. ഇതൊരു തുടക്കമെന്നോണം അവൻ അവളെ ഒന്ന് നോക്കി. കണ്ണിൽ വെള്ളം നിറച്ച് തന്നെ നോക്കുന്നവളെ നോക്കി അവനൊന്ന് പുച്ഛിച്ച് ചിരിക്കുകയും ചെയ്തു. വംശിക്കും കല്യാണിക്കും തൊട്ടുപുറകെ അനന്തൻ മിത്രയുടെ വലതു കൈയിലേക്ക് പിടിച്ച് വലം ചുറ്റാൻ വന്നിരുന്നു. മിത്രയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും അനന്തൻ്റെ കണ്ണുകൾ തൻ്റെ അനിയത്തിയിലാണ്. അവൾ തന്നെ ഒരു നോക്കുന്ന പോലുമില്ലെന്നോർക്കുമ്പോൾ ആ ഏട്ടൻ്റെ മനസ്സ് പിടയുന്നു. അവരുടെ അടുത്തേക്കെത്താൻ അവൻ വേഗത്തിൽ നടന്നുവെങ്കിലും വംശി അവളെയും പിടിച്ചു വലിച്ച് നടക്കുന്ന രീതിയിലാണ് നടന്നത്. അത്രയും വേഗതയുണ്ടായിരുന്നു അവൻ്റെ നടത്തത്തിൽ. കയ്യിലെ മുറുക്കത്തിനനുസരിച്ച് അവൻ്റെ നടത്തവും കൂടി. അതിനൊന്നോളം പെണ്ണ് വേദന കൊണ്ട് പുളയുന്നതിനോടൊപ്പം അവൻ്റെ പുറകിൽ ഓടുന്നത് പോലെയായി. രണ്ടാളും എത്തിയല്ലോ. ജലജെ, മോളെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകും, അച്ഛൻ പറഞ്ഞതും ജലജയും ഒന്ന് തലയാട്ടിക്കൊണ്ട് വംശിയുടെയും കല്യാണിയുടെയും അടുത്തേക്ക് വന്നു. നേരെ ഒരുപാടായില്ലേ, ഭക്ഷണം കഴിക്കാം, ചെറുപുഞ്ചിരിയോടെ ജലജ രണ്ടാളെയും നോക്കി പറയുന്നുണ്ടെങ്കിലും ജലജയുടെ മനസ്സും കല്യാണിയെപ്പോലെ ആളിക്കത്തുകയാണ്. ഇനി എന്തെന്ന് ചോദ്യം ആ അമ്മയിലും ഉയരുന്നുണ്ട്. ജലജ മക്കളോട് സംസാരിക്കുന്നതിനിടെ തന്നെ അനന്തൻ മിത്രയുടെയും കൈപിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടാനുള്ള സമയമായി. അനന്തന് തൻ്റെ അനിയത്തിയോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. കല്യാണിയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ഒന്നുകിൽ ശാരദാമ്മ അല്ലെങ്കിൽ ഭാനുവമ്മ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മിത്രയ്ക്കും മനസ്സിലാകുന്നുണ്ട് അനന്തൻ്റെ അവസ്ഥ. അവളും കല്യാണിയോട് സംസാരിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ വംശിയുടെ നോട്ടം അവളെ പിൻവലിക്കുന്നു. ആരോടും ഒന്നും പറയാതെ ഇപ്പോഴും ഒരു പാവയെപ്പോലെ കല്യാണി നിൽക്കുകയാണ്. മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് അവൾക്ക് ഇപ്പോഴേ അറിയാം. ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ ആദ്യപടി അവൾ കണ്ടതുമാണ്, അറിഞ്ഞതുമാണ്. ഇനി വരുന്നത് തൻ്റെ വേദനയുടെ നാളുകളാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇനി നേരം വൈകണ്ട, മുഹൂർത്തം തെറ്റിയതിനു മുമ്പ് വീട്ടിൽ കയറാൻ നോക്കാം, ഭാനുവമ്മ മുന്നോട്ട് വന്ന് പറഞ്ഞതും ശാരദാമ്മ മിത്രയുടെ കൈകളിലേക്ക് പിടിച്ചു. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ശാരദാമ്മയും ബന്ധുക്കളും. എല്ലാ പെൺവീട്ടുകാരുടെയും സ്ഥിരം പരിപാടി. എന്നാൽ മിത്രയ്ക്ക് ഒരു സങ്കടവും തോന്നിയില്ല. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവളുടെ ചിന്തയിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. പണത്തിനോടും സ്വത്തിനോടുമുള്ള ആർത്തിയും, കാണുന്നവരോടെല്ലാം വഴക്കു കൂടുകയും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഏതറ്റവും ചെല്ലുന്ന ഒരമ്മ. അതിനൊത്തു തന്നെയാണ് തൻ്റെ ഏട്ടൻ എന്നും അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാവരോടും യാത്രയും ചോദിച്ച് മിത്ര അനന്തൻ്റെ കൈകളിലേക്ക് പിടിച്ചു. അവനും അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തൊട്ടപ്പുറമായി നിൽക്കുന്ന തൻ്റെ അനിയത്തിയെ നോക്കി. ആരെയും നോക്കാതെ ഇപ്പോഴും മറ്റെവിടെയോ നോട്ടം പായിച്ചു നിൽക്കുന്നവൾ. അവളുടെ അടുത്തൊന്നു പോയി യാത്ര പറയാൻ അവന് ആഗ്രഹം തോന്നിയെങ്കിലും ഭാനുവമ്മയും അവൻ്റെ തൊട്ടരികിൽ തന്നെ നിൽപ്പാണ്. ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അമ്മ കല്യാണിയെ വഴക്കു പറഞ്ഞാലോ എന്ന് ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അനന്തൻ ചാടിക്കേറി ഒന്നും ചെയ്യാത്തത്. ജലജെ, മക്കളെയും കൂട്ടി നടന്നോളൂ, മുത്തശ്ശൻ പറഞ്ഞതും ജലജ കല്യാണിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ കൈകളിലേക്ക് പിടിച്ചു. ആ സമയമാണ് അവളൊന്ന് ജലജയെ നോക്കിയത്. മോളുവാ. ആ അമ്മയുടെ ശബ്ദവും ഇടറിയിരുന്നു. ഒരിക്കലും തനിച്ചാക്കില്ലെന്ന മട്ടിൽ കല്യാണിയുടെ കൈകൾ ജലജ മുറുകെ പിടിച്ചു. എന്തിനും കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ. പോകാൻ നേരം കല്യാണിയുടെ കണ്ണുകൾ ഒരു നേരം തൻ്റെ ഏട്ടനിലേക്ക് എത്തിയതും അനന്തൻ്റെ കണ്ണുകളും കല്യാണിയിൽ എത്തിച്ചേർന്നു. ഒരു വേള രണ്ടുപേരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതും നിസ്സഹായതയോടെ ഏട്ടൻ കല്യാണിയെ നോക്കി. എന്നാൽ അവളുടെ കണ്ണുകളിൽ യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. അവസാനമായി തൻ്റെ ഏട്ടനെ ഒരു നോക്ക് കാണുക അത്രമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഇനി മുന്നോട്ട് തൻ്റെ ഏട്ടൻ്റെ അനിയത്തിയായി ആ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കാൻ കഴിയുമോ എന്ന് പോലും അവൾക്കുറപ്പില്ല. തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്നും. വാ പോകാം,
ഏട്ടനും അനിയത്തിയും തമ്മിൽ പരസ്പരം നോക്കുന്നത് കണ്ടതും വംശി കല്യാണിയുടെ കൈകളിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. അവൻ ആരോടും യാത്ര ചോദിക്കാനൊന്നും നിന്നില്ല. അവൻ്റെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ആരും അത് കാര്യമാക്കിയതുമില്ല. ജലജ അവിടെയുള്ളവരോടെല്ലാം യാത്ര ചോദിച്ചു. അവരുടെ കൂടെ നടന്നു. ഒപ്പം വംശിയുടെ അച്ഛൻ്റെ ബന്ധുക്കളും. കല്യാണിയുടെ കൈയും പിടിച്ച് വംശി മുന്നോട്ട് പോകുന്നത് അനന്തൻ നിറം മെഴിയാതെ നോക്കി നിന്നു. അനന്തൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയുന്നവൾ അവൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചു. ഒരാശ്വാസത്തിനെന്ന പോലെ മിത്ര അനന്തനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. ഭാനുവമ്മ അവരെയും കൂട്ടി ചെമ്പകശ്ശേരിയിലേക്ക് നടന്നു. ഒപ്പം മിത്രയുടെ വീട്ടുകാരും ഭാനുവമ്മയുടെ വീട്ടുകാരുമുണ്ട്. മാളിയേക്കൽ വീടിൻ്റെ പടിപ്പുര കടന്ന് വംശിയോടൊപ്പം കല്യാണിയും വീടിൻ്റെ മുറ്റത്തേക്കെത്തി. എന്നാൽ അവർക്ക് പുറകെ ബന്ധുക്കളും. താലിയും നിലവിളക്കുമൊക്കെയും ജലജയുടെ നിർദ്ദേശപ്രകാരം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജലജ മുന്നോട്ട് വന്ന് ഒരുക്കി വെച്ച് താലമെടുത്ത് വംശിയെയും കല്യാണിയെയും ഒഴിഞ്ഞു കഴിഞ്ഞ് 5 തിരിയോട് കത്തിച്ച നിലവിളക്ക് കല്യാണിയുടെ നേർക്ക് നീട്ടി. ജലജ തൻ്റെ നേർക്ക് നീട്ടിയ നിലവിളക്കിനെയും പുഞ്ചിരിയോട് നിൽക്കുന്ന ഇളയമ്മയും അവൾ നോക്കി. വാങ്ങിക്കുമോളെ, നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളോട് പറഞ്ഞതും കല്യാണി തൻ്റെ അടുത്ത് നിൽക്കുന്ന വംശിയെ പാളിയൊന്ന് നോക്കിക്കൊണ്ട് ജലജ നീട്ടിയ നിലവിളക്ക് 2 കൈയോടും കൂടി വാങ്ങിച്ചു. വലതുകാൽ വെച്ച് കയറുമോളെ, ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞതും അവൾ വലതുകാൽ വെച്ച് തന്നെ മാളിയേക്കൽ വീടിൻ്റെ പടികൾ കടന്ന് അകത്തേക്ക് കയറി. വർഷം 3 കഴിഞ്ഞിരിക്കുന്നു. ഈ വീടിൻ്റെ പരിസരത്തേക്ക് കല്യാണിയും അനന്തനും വന്നിട്ട് അവസാനമായി വന്നത് വംശിയുടെ കല്യാണത്തലേന്നാണ്. പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ചോളൂ മോളെ, ജലജ മുന്നോട്ട് വന്ന് പറഞ്ഞതും അവൾ പൂജാമുറിയിലേക്ക് നടന്നു. ഒപ്പം ആ വീടും ചുറ്റും നോക്കുന്നുമുണ്ട് അവൾ. 3 വർഷമായിട്ടും ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും അതുപോലെ തന്നെയാണെന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. പൂജാമുറിയിലേക്ക് കയറി വിളക്ക് കണ്ണൻ്റെ മുന്നിൽ വെച്ച് അവൾ കൈകൂപ്പി തൊഴുതു. വേദനകൾ താങ്ങാനുള്ള ശക്തി തരണമേ എന്ന് അത്രമാത്രമേ അവൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതുമാത്രമേ അവൾക്ക് പ്രാർത്ഥിക്കാനും ഉണ്ടായിരുന്നുള്ളൂ. മുന്നോട്ടുള്ള തൻ്റെ വേദനയുള്ള ഒരു ജീവിതം അവൾ ഇപ്പോഴേ കാണുന്നുണ്ട്. ഭാനുവമ്മ നീട്ടിയ നിലവിളക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ മിത്ര വാങ്ങിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അവൾ ചെമ്പകശ്ശേരി വീടിൻ്റെ മരുമകളായി. അവളുടെ തൊട്ടരികിലായി അനന്തനുമുണ്ട്. അപ്പോഴും അവൻ്റെ കണ്ണുകൾ മതിലിനപ്പുറമുള്ള വംശിയുടെ വീട്ടിലേക്കാണ്. തൻ്റെ അനിയത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഏട്ടന് ഒന്നിനും സന്തോഷിക്കാൻ തോന്നുന്നില്ല. നല്ലൊരു ദിവസമായിട്ട് പോലും അവനെ അലട്ടുന്നുണ്ടായത് അനിയത്തിയുടെ മുമ്പോട്ടുള്ള ജീവിതമാണ്. മിത്ര അകത്തേക്ക് കയറിയതും പുറകെ അനന്തനും ബന്ധുക്കളും എല്ലാം ചെമ്പകശ്ശേരിയിലേക്ക് കയറി. ശാരദയുടെ മുഖം പൂത്തലഞ്ഞു നിൽപ്പുണ്ട്. അത്രയും വലിയൊരു ബന്ധമാണല്ലോ തൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാളും പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോഴേ ശാരദ മൗനം കൊണ്ട് സമ്മതം നൽകിയതായിരുന്നു മിത്രയ്ക്ക്. പണം കൊണ്ടായാലും ഉദ്യോഗം കൊണ്ടായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അനന്തൻ മുന്നിട്ട് തന്നെ നിൽപ്പുണ്ട്. ഏതാൾക്കാണ് അവനെ പിടിക്കാത്തത്? വലിയ കൊമ്പത്തൊന്നു പോലും അവന് ആലോചന വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തികഞ്ഞ സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്ന തൻ്റെ മകളെ ശാരദ കണ്ണു നിറച്ച് കണ്ടു. കല്യാണി ഈ വീട്ടിൽ നിന്നും പോയതിനും ശാരദ സന്തോഷിക്കുന്നുണ്ട്. തൻ്റെ മകൻ്റെ ഭാര്യയായി അവൾ വാര്യത്തേക്ക് വരുന്നതിനോട് ശാരദയ്ക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കല്യാണിയോടുള്ള ഭാനുവമ്മയുടെ ഇഷ്ടക്കേട് നല്ലതുപോലെ അറിയാവുന്നതാണ് ശാരദയ്ക്ക്. അതുകൊണ്ട് തന്നെ തൻ്റെ മകന് ചെമ്പകശ്ശേരിയിലെ സ്വത്തുക്കളുടെ വിഹിതം കിട്ടിയില്ലെങ്കിലോ എന്നൊരു ചിന്ത ആ സ്ത്രീയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ജാതകദോഷം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അതിൽ പിടിച്ചു കയറിയത്. എല്ലാ ചടങ്ങുകളോടും കൂടിയും മിത്ര ചെമ്പകശ്ശേരിയുടെ മരുമകളായി. മോള് പോയി കിടന്നു, നേരെ ഒരുപാടായില്ലേ? ഞാനും ഇളയമ്മയുടെ കൂടെ കിടന്നോട്ടെ. വംശിയുടെ റൂം ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ജലജയുടെ കൈകളിലേക്ക് പിടിച്ചു. ഇളയമ്മയല്ല, അമ്മ, ഇനി അങ്ങനെ വേണം വിളിക്കാൻ. തൻ്റെ കൈകളിലേക്ക് പിടിച്ചവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ജലജ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് ഒന്നും പറയാൻ കഴിയാതെ നിറഞ്ഞ വേദനയോടെ അവൾ ജലജയെ നോക്കി. മോളുടെ സങ്കടമൊക്കെ അമ്മയ്ക്കറിയാം. അവന് മോളോട് ദേഷ്യം ഉണ്ടാവും. അതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ. അന്ന് ഞാനും വീട്ടിലും കണ്ടതാ. ജലജ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ കല്യാണി പറഞ്ഞു. ആയിരിക്കാം, പക്ഷെ നയനി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വംശിയുടെ മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണാണ്. മോള് വിചാരിച്ചാൽ അവൻ്റെ മനസ്സിലേക്ക് ആ പെണ്ണിൻ്റെ സ്ഥാനത്ത് മോളെ കൊണ്ടുവരാൻ കഴിയുമെന്നല്ല, കഴിയണം. എനിക്ക് പേടിയേളമേ. വംശിയുടെ മുഖം കാണുമ്പോഴേ പെണ്ണ് വെട്ടി വേർക്കും. ഇളയമ്മയല്ല, അമ്മ. കല്യാണിയെ വീണ്ടും തിരുത്തി ജലജ. ഞാൻ എങ്ങനെയാണ് വംശിയോട്?
എനിക്ക് പറ്റില്ലമ്മേ. നിറമിഴികളോടെ കല്യാണി ജലജയെ നോക്കി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് അവൻ്റെ താലിയാണ്. മോളുടെ കൂടെ എന്നും ഈ അമ്മയുണ്ടാകും. നീ അവനെ സ്നേഹം കൊണ്ട് വേണം മാറ്റിയെടുക്കാൻ. അവൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടാകും. മോളെല്ലാം ക്ഷമിച്ച് നല്ലൊരു ഭാര്യയെ അവൻ്റെ കൂടെ ഉണ്ടാകണം. മോൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അമ്മയോട് പറയാം. ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. എൻ്റെ ഏട്ടൻ്റെ മോളല്ലേ. മോളെ തനിച്ചാക്കാൻ ഈ അമ്മയ്ക്ക് കഴിയില്ലല്ലോ. അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി ജലജ. ഇന്ന് ഇന്ന് ഞാൻ അമ്മയോട് കിടന്നോട്ടെ? കൊച്ചുകുട്ടിയെപ്പോലെ പരിതപിച്ച് ചോദിക്കുകയാണ് കല്യാണി. വംശി വന്നാൽ തൻ്റെ മുന്നിൽ കേഴുന്നവളെ കാണുമ്പോൾ ജലജയ്ക്ക് നിരസിക്കാനും കഴിയുന്നില്ല. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി മുകളിലേക്ക് കൂട്ടി വന്ന അവളെ വീണ്ടും താഴേക്ക് തന്നെ ജലജ കൂട്ടി വന്നു. അന്ന് കല്യാണം മുടങ്ങിയതിന് ശേഷം വംശി ഇങ്ങനെയാ. നേരം വൈകിയേ വീട്ടിൽ വരൂ. ചിലപ്പോൾ 4 കാലിലായിരിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്നോട് വഴക്കിടും. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും പറയാനും പോകാറില്ല. ഞാനും ഏട്ടനും കാരണമാണോ വംശിയേട്ടൻ ഇങ്ങനെയായത്? അമ്മയെ അവൾ പുണർന്നുകൊണ്ട് കണ്ണുനീരോടെ ചോദിച്ചു. അന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൻ്റെ എത്രയോ വർഷത്തെ പ്രണയമല്ലേ. അവൾ പോയപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തേക്ക് അവൾ വരാതിരുന്നത് നന്നായെന്ന് ഞാനും പറയൂ. അവൻ്റെ ഭാര്യയായി വരാൻ മോൾക്കായിരിക്കും യോഗം. ഞങ്ങൾ കണ്ടതാ അമ്മേ. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. മോൾ ഉറങ്ങിക്കോളൂ. ജലജ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവളെയും പുണർന്ന് ഉറക്കത്തിലേക്ക് വീണു. അപ്പോഴും ഉറങ്ങാൻ കഴിയാതെ കല്യാണി ഓരോ ചിന്തയിലേക്ക് വഴിമാറിയിരുന്നു. വംശിയുടെ സാന്നിധ്യം ഇല്ലാത്തത് അവൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും പല ആശങ്കകളും പെണ്ണിനുണ്ട്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നും കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്നത് കേട്ടത്. ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോയവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും ജലജയും ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു. അവൻ എത്തേണ്ട നേരമായി. റൂമിലെ ക്ലോക്കിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ജലജ കല്യാണിയെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ജലജ എഴുന്നേറ്റ് പോയതും കല്യാണി ക്ലോക്കിലേക്ക് നോക്കി. സമയം 12 മണി. വാതിൽ തുറന്നതും ജലജ പറഞ്ഞതുപോലെ തന്നെ 4 കാലിൽ വന്ന് നിൽപ്പുണ്ട് വംശി. ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് ജലജയ്ക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. എന്നാൽ ഇതേ സമയമാണ് ജലജയുടെ പുറകെ കല്യാണിയും വന്നത്. പുറത്തു നിൽക്കുന്ന വംശിയേട്ടൻ്റെ അവസ്ഥ കണ്ടതും അതുവരെ തോർന്നിരുന്ന കണ്ണുനീർ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു പെണ്ണിൻ്റെ. എടാ, നല്ലൊരു ദിവസമായിട്ട് ഇന്നും നീ കുടിച്ചല്ലേ? ആടിപ്പാടി വാതിലും കടന്ന് അകത്തേക്ക് കയറിയവനെ ജലജ ഉറക്കെ കയർത്തു. നല്ല ദിവസമോ? ആരുടെ? ആടി നിൽക്കുമെന്ന് കുഴഞ്ഞുകൊണ്ട് ജലജയെ നോക്കി. ഡാ, നീ ഇന്ന് താലി കെട്ടി കൊണ്ടുവന്നാൽ ഓർക്കമായിരുന്നില്ല നിനക്ക്? തൊട്ടിപ്പുറമായി നിൽക്കുന്ന കല്യാണിയെ മുന്നോട്ട് വലിച്ചുകൊണ്ട് ജലജ ചോദ്യത്തോടെ വംശിയെ നോക്കി. ഇന്നെൻ്റെ കല്യാണമായിരുന്നല്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് നൈറ്റ്. വല്ലാത്ത ഭാവത്തോടെ കല്യാണിയെ നോക്കിക്കൊണ്ട് അവൻ ജലജയെ നോക്കി ചോദിച്ചു. ഛേ, നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. മോള് വാ, നമുക്ക് പോയി കിടക്കാം. ഈർഷ്യയോടെ വംശിയെ നോക്കിക്കൊണ്ട് കല്യാണിയുടെ കൈ പിടിച്ച് ജലജ തൻ്റെ റൂമിലേക്ക് നടക്കാൻ പോയതും വംശിയുടെ കൈകൾ കല്യാണിയുടെ കൈപ്പിടിയിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ അവൻ്റെ പിടുത്തം തൻ്റെ കയ്യിൽ വീണതും അവൾ ഭയത്തോടെ അവനെ നോക്കി. ഒപ്പം ദേഷ്യത്തോടെ ജലജയും വംശിയെ നോക്കി. നീ എന്തിനാ മോളുടെ കയ്യിൽ പിടിച്ചത്? വിട്ടേ, അതിന് ഉറക്കം വരുന്നുണ്ടാവും. പറയുന്നതിനോടൊപ്പം ജലജ വംശിയുടെ കൈകൾ കല്യാണിയിൽ നിന്നും മാറ്റാൻ നോക്കി. ഇവളെ ഞാൻ ഉറക്കിക്കോളാം, അമ്മ പോയി കിടക്കാൻ നോക്ക്. പറയുന്നതിനോടൊപ്പം ജലജയുടെ കൈകൾ അവൻ തൻ്റെ കൈകളിൽ നിന്നും അടർത്തി മാറ്റി. നീ എന്തൊക്കെയാടേ പറയുന്നത്? നിന്റെ ഈ രൂപത്തിൽ ഞാൻ ഈ കൊച്ചിനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനോ? അല്ലെങ്കിൽ അത് പേടിച്ച് നിൽപ്പാണ്. അതിനിടയിലാണ് ദേ അമ്മേ, എൻ്റെ സ്വഭാവം വെറുതെ മാറ്റണ്ട. ഇവളെ ഇന്ന് ഞാൻ താലി കെട്ടിട്ടുണ്ടെങ്കിൽ ഇവളെ ഇന്ന് എൻ്റെ കൂടെ കിടക്കും. കല്യാണിയുടെ കൈകളിലെ പിടുത്തത്തിൻ്റെ മുറുക്കം അവൻ്റെ ദേഷ്യത്തിന് ഒത്തുകൂടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പെണ്ണ് വേദന കൊണ്ട് പൊളഞ്ഞു. പക്ഷെ ഒരക്ഷരം ഉരിയാടാൻ അവൾക്ക് ഭയമായി. വംശിയേട്ടൻ്റെ ദേഷ്യം അത്രമാത്രം ഉണ്ടെന്ന് അവൾക്കറിയാം. അമ്മയോട് പോലും എതിർക്കുന്ന വംശിയേട്ടൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കണ്ണുനീരോടെ നിന്നു. ഒപ്പം അവൻ്റെ പിടുത്തത്തിൽ നിന്നും കൈ അയക്കുവാനും അവൾ ശ്രമിക്കുന്നുണ്ട്. നീ എന്തു പറഞ്ഞാലും വംശി, ഇന്ന് മോളെ നിൻ്റെ കൂടെ ഞാൻ വിടില്ല. നാളെ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം എന്ത് വേണം തീരുമാനിക്കാം.
അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? അഹങ്കാരത്തോടെ ജലജയോട് പറഞ്ഞുകൊണ്ട് കല്യാണിയെ അവൻ തൻ്റെ ഇരു കൈകളിലും എടുത്തുയർത്തി. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ പേടിയോടെ അവൻ്റെ കൈകളിൽ നിന്നും താഴേക്കിറങ്ങുവാൻ അവൾ പിടയുന്നുമുണ്ട്. അമ്മേ! കല്യാണി പേടിയോടെ ജലജയെ നോക്കി. ഡാ മോളെ താഴെ ഇറക്ക്. അവൻ്റെ കൈകളിൽ നിന്നും കല്യാണിയെ താഴെ ഇറക്കാൻ ജലജ ശ്രമിച്ചെങ്കിലും അതിനൊരു അയവും വന്നില്ല. അമ്മേ! അവൾ നിറഞ്ഞു തൂവിയ കണ്ണുനീരോടെ ജലജയെ വീണ്ടും നോക്കി. മോനെ വംശി, അവളെ താഴെ ഇറക്കടാ, ആ കുട്ടി പേടിച്ചിരിക്കുക. ഇപ്പോൾ ദേഷ്യത്തിലുപരി ജലജയുടെ മുഖത്ത് ഭയമായി. കല്യാണിയുടെ ഭയവും ജലജയെ വേദനിപ്പിക്കുന്നു. എന്നാൽ അമ്മയെ ഒന്ന് പുച്ഛിച്ചു നോക്കിക്കൊണ്ട് അമ്മയുടെ കൈകൾ തൻ്റെ അടുത്തുനിന്നും തട്ടിയെറിഞ്ഞ് അവളെയും കൊണ്ട് അവൻ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. 1-2 സ്റ്റെപ്പ് വരെ ജലജ അവൻ്റെ പുറകെ ഉണ്ടായിരുന്നെങ്കിലും ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ജലജയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ കല്യാണിയുടെ ശബ്ദവും ഉയർന്നിട്ടുണ്ട്. അവൻ്റെ കൈകളിൽ നിന്ന് പിടയുന്നുമുണ്ട്. അവൻ്റെ ദേഷ്യത്തിന് താൻ വിധേയമാകുമെന്ന് അവൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവളുടെ ഹൃദയമിടിപ്പ് കൂടി വരാൻ തുടങ്ങി. ഒന്നും മരിച്ചാലോ എന്ന് പോലും അവൾ ചിന്തിക്കാതെ ഇരുന്നില്ല. ആ നിമിഷം മുകളിലത്തെ അവസാന സ്റ്റെപ്പുകളും വംശി കല്യാണിയും കൊണ്ട് കയറിയതും വലിയൊരു പൊട്ടിക്കരച്ചിലോടെ ജലജ സ്റ്റെപ്പുകളിലേക്കിരുന്നു പോയി. ജലജയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇനി കല്യാണി അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നും ചെയ്യാൻ കഴിയാതെ കരയാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. റൂമിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് കല്യാണിയെയും കൊണ്ട് അകത്തേക്ക് കയറി. ഒപ്പം അതേപോലെ തന്നെ അവൻ വാതിൽ ചവിട്ടി പൂട്ടുകയും ചെയ്തു. പിന്നെ ഒട്ടും നിന്നില്ല. കല്യാണിയെ അവൻ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തു. വെളിച്ചം ആ റൂമിൽ പരന്നതും അവൾ ഭയത്തോടെ തൻ്റെ മുന്നിൽ ക്രൂരഭാവത്തിൽ നിൽക്കുന്ന വംശിയെ നോക്കി. അവൻ്റെ കണ്ണുകളെല്ലാം ചുവന്നിട്ടുണ്ട്. ഷർട്ടിൻ്റെ 1-2 ബട്ടൺസ് അഴിഞ്ഞു കിടപ്പാണ്. കല്യാണം കഴിഞ്ഞ് നിലവിളക്കോടുകൂടി കല്യാണി വീട്ടിലേക്ക് കയറിയതും അപ്പോൾ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോയതായിരുന്നു വംശി. എന്താടി? ഒരു പെരുമഴ പോലെ പെയ്യുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവളോട് അവൻ ഉറക്കെ ചോദിച്ചതും അവൾ 2 കാലുകളും കൂട്ടിവെച്ച് അതിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു. നീ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ഈ വംശിയുടെ കയ്യിൽ നിന്നും നിനക്കൊരു രക്ഷയില്ല. പറയുന്നതിനോടൊപ്പം അവൻ ബെഡിൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ ഓരോ നീക്കങ്ങളും അവൾ അറിയുന്നുണ്ട്. ഇനിയും അവനെ ഒരു നോക്ക് കാണുവാൻ അവളെ കൊണ്ടാവുന്നില്ല. അത്രയും ഭയന്ന് വിറച്ചിട്ടുണ്ട് പെണ്ണ്. ഡേ! അവൻ വിളിച്ചെങ്കിലും അവൾ മുഖമുയർത്തി നോക്കാതെ മുട്ടിന്മേൽ മുഖം പൂഴ്ത്തിയിരിപ്പാണ്. വംശിയുടെ മുഖത്ത് നോക്കാൻ പോലും അവൾക്കാവുന്നില്ല. ഡി! നിന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അനുസരണക്കേട് എനിക്കിഷ്ടമല്ല. അവൻ്റെ ശബ്ദമുയർന്നതും അവൾ പതിയെ തലയുയർത്തി. അപ്പോൾ അനുസരണയുണ്ട്. പുച്ഛച്ചിരിയോടെ വംശി കല്യാണിയെ നോക്കി പറയുമ്പോൾ അവളുടെ മുഖമാകെ കരഞ്ഞു വീങ്ങി തുടുത്തിരുന്നു. ചോര തൊട്ടെടുക്കുവാൻ പാകത്തിലായിട്ടുണ്ട് അവളുടെ ശരീരം. മുഖമുയർത്തിയെങ്കിലും അവൾ അവനെ നോക്കാതെ മറ്റെവിടെയോ നോട്ടം പായിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ തുടങ്ങിയാലോ? പുച്ഛച്ചിരിയിൽ നിന്നും വഷളം ചിരിയോടെ അവൻ അവളോട് പറഞ്ഞതും അവൾ പൊടുന്നനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രതീക്ഷിക്കാത്തത് എന്തോ കേട്ടതുപോലെയായി പെണ്ണിന്. ഭയത്തിനുപരി മറ്റേതൊക്കെയോ അവസ്ഥയിലേക്ക് പെണ്ണിൻ്റെ മനസ്സ് കടന്നിരുന്നു. തൻ്റെ അടുത്തു നിൽക്കുന്നവനിൽ നിന്നും അവൾ കുറച്ച് അകലം പാലിച്ചുകൊണ്ട് ബെഡിൻ്റെ പുറകിലേക്ക് നീങ്ങി. ഒപ്പം തൻ്റെ ദാവണിത്തുമ്പെടുത്ത് ഒതുക്കി വെക്കുകയും ചെയ്തു. അങ്ങ് വാ പെണ്ണേ. അവൻ കുറച്ചകന്നിരിക്കുന്നവളുടെ കൈകളിലേക്ക് പിടിച്ചതും അവൾ അവൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയതും അവൻ അവളെ പിടിച്ച് വീണ്ടും ബെഡിലേക്കിട്ടു. എവിടേക്കാണ് നീ പോകുന്നത്? നീ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ നിന്നിൽ കാട്ടും. പറയുന്നതിനോടൊപ്പം തന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം അഴിച്ചുകൊണ്ട് അവൻ ഷർട്ടൂരി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതുകൂടിയായതും അവൾ ആകെ പേടിച്ചു വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്വയം കഴുത്തറുത്ത് ചാവാൻ പോലും ആ നിമിഷം അവൾ ആഗ്രഹിച്ചു. വേണ്ട, എനിക്ക് പേടിയാകുന്നു. അവൾ കൈകൾ രണ്ടും തൊഴുതുകൊണ്ട് അവനോട് കേണു. പക്ഷേ അവളുടെ വാക്കുകളോ യാചനകളോ ഒന്നും അവൻ കേൾക്കുന്നില്ല. ലഹരിക്ക് പുറമെ അവൻ്റെ വാശിയും അവളിൽ തീർക്കാനായി അവൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും അവൻ ആസ്വദിക്കുന്നു. ചേട്ടാ പ്ലീസ്. തൻ്റെ അടുത്തേക്ക് നീങ്ങുന്നവനോട് അവൾ വീണ്ടും കേണു. സത്യവംശേട്ടാ, അന്ന് ഞാനും ഏട്ടനും കണ്ടതാ നയനേച്ചി. കല്യാണി പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് വംശിയുടെ കൈകൾ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചിരുന്നു. കല്യാണി വേദന കൊണ്ട് പുളയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ തൻ്റെ കവളിൽ നിന്നും മാറ്റാനും ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കരുത്തുറ്റ കൈകൾക്ക് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
നയന, അവളുടെ പേരുച്ചരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ലടി. കോപം കത്തിയാളുന്ന കണ്ണുകളോടെ അവൻ അവളെ തുറച്ചു നോക്കി. ഒപ്പം അവൻ്റെ കണ്ണിലാളുന്ന തീഷ്ണതയ്ക്കനുസരിച്ച് അവളുടെ കവളിൽ കുത്തിയമരുന്ന കൈകളുടെ ബലവും കൂടി. മനസ്സിൻ്റെ വേദനയോടൊപ്പം ശരീരത്തിലേൽക്കുന്ന വേദനയും ആ പെണ്ണിനെ അങ്ങേ തലത്തിൽ തളർത്തി. അല്പസമയം കഴിഞ്ഞതും അവൻ അവളുടെ കവളിൽ നിന്നും കൈകളെടുത്തു. അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ തീ കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവളെ കൊന്നു തിന്നേണ്ട ദേഷ്യമുണ്ടായിരുന്നു വംശിയിൽ. ആ ദേഷ്യത്തോടെ അവൻ അവളുടെ ധാവണിത്തുമ്പിൽ പിടുത്തമിടുകയും ചെയ്തു. ആ ഒരു നീക്കം പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അവൾ പകയോടെ അവനെ നോക്കുമ്പോഴേക്കും അവളുടെ ദേഹത്തു നിന്നും ആ ധാവണി അവൻ്റെ കൈകളിലേക്ക് എത്തിയിരുന്നു.